അനേക ദശാബ്ദങ്ങളായി സീറോ മലബാർ സഭയുടെ വളരെയധികം ഊർജവും സമയവും അതോടൊപ്പം അതിൻ്റെ മഹത്വവും അപഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ആരാധനാക്രമ വിവാദം. ഇതിന്ന് വളർന്ന് ഒരു ക്രമസമാധാന പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നത് തികച്ചും വേദനാജനകമാണ്. ആരാധനാക്രമം എന്ന പദം തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നൊരു വസ്തുതയുണ്ട്. ആരാധനയ്ക്ക് ഒരു ക്രമം വേണം. ക്രമമില്ലെങ്കിൽ ഓരോ വ്യക്തിയും തങ്ങൾക്ക് തോന്നുന്നത് പോലെ ആരാധനാ ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ അത് ക്രമരാഹിത്യത്തിന് കാരണമായിട്ട് തീരും. കുർബാനയ്ക്ക് ഒരു ക്രമം ആവശ്യമാണ്. അല്ല എങ്കിൽ വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും അഭിരുചികൾക്കനുസരിച്ച് കുർബാന അർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ക്രമേണ ആശയക്കുഴപ്പങ്ങൾക്കും ഭിന്നതയ്ക്കും തെറ്റുകൾക്കും കാരണമായിട്ട് തീരും. കാലക്രമേണ അത് സഭയിൽ വിഭജനങ്ങൾ ഉണ്ടാക്കുന്നതിന് പോലും ഇടയാക്കി തീർത്തേക്കാം. ദൗർഭാഗ്യവശാൽ സീറോ മലബാർ സഭയുടെ ആരാധനക്രമ രൂപീകരണ ശ്രമങ്ങൾ വ്യത്യസ്തമായ രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള സംഘർഷത്തിന് കാരണമാവുകയാണ് ഉണ്ടായത്. ഇക്കാരണത്താൽ കേരളത്തിലെ പല രൂപതകളും പല വിധത്തിലുള്ള കുർബാന അർപ്പണ രീതികൾ തുടർന്നു കൊണ്ടുപോയി. എന്നാൽ സഭ വളർന്ന് കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും രൂപതകൾ രൂപം കൊണ്ടപ്പോൾ ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമായി. കാരണം കേരളത്തിലെ വ്യത്യസ്ത രൂപതകളിൽ ജനിച്ചു വളർന്ന് വ്യത്യസ്തമായ കുർബാന അർപ്പണ രീതികൾ പരിചയിച്ച വ്യക്തികൾ വിദേശ രാജ്യങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് ഒരു ഇടവക സമൂഹത്തിന് രൂപം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓരോ വ്യക്തിയും തങ്ങൾ പരിചയിച്ചു വളർന്ന ആ കുർബാന ശൈലി അർപ്പണ രീതി തങ്ങളുടെ പുതിയ ഇടവകയിൽ വേണമെന്ന് നിർബന്ധം പിടിക്കുകയും അത് കലഹങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്തു. അജപാലന ശുശ്രൂഷ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണമായി. അതോടൊപ്പം തന്നെ ടി വിയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയെല്ലാം സീറോ മലബാർ കുർബാന ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഐകരൂപ്യമില്ലാത്തത് ജനങ്ങളിൽ ആശയക്കുഴപ്പങ്ങളും അസ്വസ്ഥതകളും സൃഷ്ടിച്ചു. ഇതിൻ്റെ എല്ലാം ഫലമായി എത്രയും വേഗം എങ്ങനെയെങ്കിലും കുർബാനക്രമത്തിൽ ഒരു ഐകരൂപ്യം ഉണ്ടാകണമെന്ന് സഭയെ സ്നേഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്തു. ഒടുവിൽ 2021 ആഗസ്റ്റ് മാസം നടന്ന സീറോ മലബാർ സിനഡ് വിശുദ്ധ കുർബാനയുടെ ആമുഖ ഭാഗം ജനാഭിമുഖമായും അനാഫ്ര ഭാഗം അൾത്താരാഭിമുഖമായും കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള ഭാഗം ജനാഭിമുഖമായി നിജപ്പെടുത്തുകയും നവംബർ 28 മുതൽ എല്ലാ രൂപതകളിലും പുതിയ കുർബാന അർപ്പണ രീതി പ്രാവർത്തികമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിലൂടെ പൂർണ്ണമായും ജനാഭിമുഖമായി കുർബാന അർപ്പിക്കണമെന്നുള്ള ചിന്താഗതിയെയും പൂർണ്ണമായും അൾത്താരാഭിമുഖമായി അർപ്പിക്കണമെന്നുള്ള ചിന്താഗതിയും സമന്വയിപ്പിക്കുകയാണ് സിനഡ് ചെയ്തത്. പക്ഷേ ചില രൂപതകളിലെ ചില വൈദികർ സംഘടിച്ച് തങ്ങൾ സിനഡിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചു. ഇതെല്ലാം മീഡിയയിലൂടെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഞാൻ അടുത്ത കാലത്ത് വായിച്ച ഒരു പുസ്തകമാണ്. ദ ഡേ ഈസ് നൗ ഫാർ സ്പെൻറ്റ്. റോമിലെ കോൺഗ്രിഗേഷൻ ഫോർ ഡിവൈൻ വർഷിപ്പ് ആൻഡ് ഡിസിപ്ലിൻ ഓഫ് സാക്രമെൻസിൻ്റെ പ്രൊഫക്റ്റായിരുന്ന കർദിനാൾ റോബർട്ട് സേർ എഴുതിയ പുസ്തകം സഭയെ നവീകരിക്കുവാനും സഭയിൽ മാറ്റം വരുത്തുവാനും പരിശ്രമിക്കുന്ന എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. പാശ്ചാത്യ സമൂഹത്തിൻ്റെ ആത്മീയവും ധാർമ്മികവും രാഷ്ട്രീയവുമായ തകർച്ചകളെയും അതിൻ്റെ കാരണങ്ങളെയും അവയ്ക്കുള്ള പരിഹാരമാർഗങ്ങളെയും ആഴത്തിൽ വിശകലനം ചെയ്യുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ തലക്കെട്ട് തന്നെ ചിന്താദീപകമാണ്. ഇപ്പോൾ തന്നെ സമയം ഒരുപാട് ചിലവഴിക്കപ്പെട്ടു പോയി. ഇനിയെങ്കിലും നാം തിരിച്ചറിയണം, നാം തിരിച്ചു പോകണം ദൈവത്തിൻ്റെ വഴികളിലേക്ക്. പകൽ കഴിയാറായി, രാത്രി സമീപിച്ചു കൊണ്ടിരിക്കുന്നു. ദിവസത്തിൻ്റെ ഏറെ ഭാഗവും നാം കലഹിച്ചു കളഞ്ഞു. ദ ഡേ ഈസ് നൗ ഫാർ സ്പെൻറ്റ്. ദശാബ്ദങ്ങൾ നീണ്ട ഈ ആരാധനക്രമ വിവാദത്തിന് ഒരവസാനം ഉണ്ടായേ തീരൂ. അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് സിനഡിൻ്റെ ഈ തീരുമാനം നടപ്പാക്കുന്ന ഈ അവസരം. അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമുക്കിനിയും ഇതിനു വേണ്ടി കലഹിച്ചു കളയുവാൻ സമയമില്ല. സഭയും ക്രിസ്തീയ വിശ്വാസവും കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ നാളുകളിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് പുറമേ നിന്നുള്ള വെല്ലുവിളികളെ നേരിടുവാൻ തക്ക വിധത്തിൽ നമ്മൾ സജ്ജമാകണം. സഭയെ നമ്മൾ സജ്ജമാക്കേണ്ടിയിരിക്കുന്നു. ദ ഡേ ഈസ് നൗ ഫാർ സ്പെൻറ്റ്. ഈ ഗ്രന്ഥത്തിൽ കർദിനാൾ സേറ പറയുന്ന ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്.
There can be no authentic reform in the absence of obedience to one's lawful superiors. നിയമാനുസൃതമായ അധികാരത്തോടുള്ള അനുസരണത്തിൻ്റെ അഭാവത്തിലുള്ള യാതൊന്നും യഥാർത്ഥമായ നവീകരണമോ പുനരുത്ഥാനമോ നവോത്ഥാനമോ അല്ല. നമുക്കറിയാം, കത്തോലിക്കാ സഭയുടെ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ അനുസരണയുടെയും വിധേയത്വത്തിൻ്റെയും വഴികളിലൂടെ നടന്നവർ മാത്രമാണ് സഭയിൽ നവീകരണവും മാറ്റങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളൂ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസിൻ്റെയും വഴികളാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ വഴികൾ, ദൈവത്തിൻ്റെ വഴികൾ. നിലനിൽക്കുന്ന ഫലങ്ങൾ സഭയിൽ ഉണ്ടാകണമെങ്കിൽ അനുസരണയുടെയും വിധേയത്വത്തിൻ്റെയും മാർഗത്തിലൂടെ കടന്നു പോകണം. മാർട്ടിൻ ലൂതറിൻ്റെ വഴി പ്രൊട്ടസ്റ്റൻ്റ് വഴിയാണ്. അത് ലോകത്തിൻ്റെ വഴിയാണ്. അത് സഭയ്ക്ക് യാതൊരു നന്മയും ചെയ്യുകയില്ല. അത് സഭാമാതാവിനെ മുറിപ്പെടുത്തുകയും ഭിന്നതകൾ സൃഷ്ടിക്കുകയും മാത്രമേ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ സിനഡിൻ്റെ തീരുമാനത്തെ എതിർക്കുവാൻ വേണ്ടി സംഘടിച്ചിരിക്കുന്നവരും അൾത്താരയിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നവരും എല്ലാം തിരഞ്ഞെടുത്തിരിക്കുന്നത് മാർട്ടിൻ ലൂതറിൻ്റെ വഴിയാണ്, പ്രൊട്ടസ്റ്റൻ്റ് വഴിയാണ് എന്ന സത്യം വേദനയോടെ നമ്മൾ തിരിച്ചറിയണം. ഇത് യാതൊരു നന്മയും സഭയ്ക്ക് ചെയ്യുകയില്ല. ഇതിലേർപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതത്തിലും ഇത് യാതൊരു നന്മയും ഉൽപ്പാദിപ്പിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു സമയമാണിത്. ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുമനസ് സമാധാനമാണ്, സഭയ്ക്കുള്ളിൽ ഐക്യമാണ്. അതിനാണ് നാം പ്രധാനം കൊടുക്കേണ്ടത്. സിനഡിൻ്റെ തീരുമാനം എല്ലാവരും അംഗീകരിക്കുക എന്നുള്ളതാണ് ദൈവഹിതം. ആരാധനാക്രമ പ്രശ്നങ്ങൾ ഉടലെടുക്കാനുണ്ടായ പ്രത്യേക ചരിത്ര പശ്ചാത്തലത്തിൽ വ്യത്യസ്ത ചിന്താധാരകളുടെ വ്യക്താക്കളായി മാറിയതും അതിനുവേണ്ടി അവസാനം വരെ പോരാടിയതും തെറ്റൊന്നുമല്ല. പക്ഷേ സിനഡ് ഒരു തീരുമാനമെടുത്താൽ പിന്നീട് പഴയ സംവാദങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലൂടെ ദൈവം നമ്മോട് വ്യക്തമായിട്ട് പ്രകാരം സംസാരിക്കുന്നു. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുഗമയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. തുടർന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. ഞാൻ വീണ്ടും പറയുന്നു, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. 2019 മധ്യ കേരളത്തിലെ ഒരു നഗരത്തിൽ ശാലോം വായനക്കാർക്കും ശാലോം TV-യുടെ പ്രേക്ഷകർക്കുമുള്ളൊരു പ്രോഗ്രാം നടക്കുകയായിരുന്നു. വൈകുന്നേരം 4 മണി വരെയായിരുന്നു പ്രോഗ്രാം. എന്നാൽ 2 മണിയായപ്പോൾ 75ഓളം വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, സാറേ, ഞാൻ അല്പം നേരത്തെ വീട്ടിൽ പോവുകയാണ്. ഇന്നലെ രാത്രി 3 മണിക്ക് എഴുന്നേറ്റതാണ്. ഇന്ന് രാത്രിയും എനിക്ക് 3 മണിക്ക് എഴുന്നേൽക്കണം. ഞാൻ കൂടുതൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറേ നാളുകളായി അദ്ദേഹം എല്ലാ രാത്രികളിലും 3 മണിക്ക് എഴുന്നേറ്റ് മുട്ടുകുത്തി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: പത്രത്തിലൂടെയും TV-യിലൂടെയും നമ്മുടെ സഭയെക്കുറിച്ചുള്ള പല വാർത്തകളും കേൾക്കുമ്പോൾ ചങ്ക് തകർന്നു പോകുക സാറേ. എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും പ്രാർത്ഥിക്കാനല്ലാതെ? നമ്മുടെ കർത്താവ് എന്തുമാത്രമാണ് വിഷമിക്കുന്നത്, നമ്മുടെ അച്ഛന്മാർ ഇങ്ങനെ കിടന്ന് വഴക്കടിക്കുന്നത് കാണുമ്പോൾ. അതുകൊണ്ട് എല്ലാ രാത്രിയും ഞാൻ കട്ടിലിൻ്റെ താഴെ മുട്ടുകുത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കും. ആ പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം ദൈവശാസ്ത്രം പഠിച്ചിട്ടൊന്നുമില്ല. എന്നാൽ അദ്ദേഹം കർത്താവിൻ്റെ ശാസ്ത്രം, സ്നേഹത്തിൻ്റെ ശാസ്ത്രം പഠിച്ച മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ വാക്കുകൾ ഇന്നും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള അനേകായിരങ്ങളുടെ കണ്ണുനീരുകൾ സഭയിൽ സമാധാനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ആ കണ്ണുനീരുകളെല്ലാം ഉയർത്തിക്കൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ്, പ്രിയപ്പെട്ട അച്ഛന്മാരെ, സഹോദരങ്ങളെ, സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിയണം. ഇനിയും കലഹിച്ച് കളയുവാൻ നമുക്ക് സമയമില്ല. ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാർഗത്തിലേക്ക് കടന്നു പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.